ഹായ്, നമ്മളിന്നൊരു വെണ്ടയ്ക്ക കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു 1/4 കിലോ വെണ്ടയ്ക്ക 250 ഗ്രാം അത് ഞാൻ കഴുകി വൃത്തിയാക്കിയെടുത്ത് അതിനെ ഒന്ന് പീസാക്കി എടുക്കുന്നുണ്ട്. വെണ്ടയ്ക്ക മസാലക്കറി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ വെണ്ടയ്ക്കയെല്ലാം അരിഞ്ഞെടുത്ത് നമുക്കതിൻ്റെ ഉള്ളിലൊന്ന് ചെറിയൊരു ഇങ്ങനെ പോന്തി വെച്ച മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോവും. കണ്ടോ? ഇന്ന് നമ്മളത് ഒരു പാത്രത്തിലേക്കിട്ട് മസാല പുരട്ടി വെക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, പിന്നെ അതിൻ്റെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഒരു കോൺഫ്ലവർ ഇടണം, 1 സ്പൂൺ കോൺഫ്ലവർ അതും കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്ന് ഇളക്കി വെക്കുകയാണ്. ഈ കോൺഫ്ലവർ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് അതിനകത്ത് ഒരു നാരങ്ങ ഒന്ന് തിരുമ്മി ഒഴിക്കണം, അതിൻ്റെ ചാറ്, നാരങ്ങയുടെ ചാറ് അത് ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് പുരട്ടി ഒന്ന് മാറ്റി വെക്കാം. അതെല്ലാം ഒന്ന് പുരട്ടി ആ മസാല പിടിക്കുമ്പോഴേ മാറ്റിയിട്ട് നമ്മൾ ഇതിന് പുളിക്ക് വേണ്ടി ചേർക്കുന്നത് തൈരാണ്. ഒരു വലിയ സ്പൂൺ നിറയെ തൈര്, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഈ പുളിക്ക് വേണ്ടി നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കും അവസാനം. അപ്പോൾ അതിന് വേണ്ടിയാണിത്. എന്നിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വെണ്ടയ്ക്ക ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് ഒന്ന് വറുത്ത് കോരാം. ആ മസാല പുരട്ടിയ വെണ്ടയ്ക്ക നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതെല്ലാം നന്നായിട്ടൊന്ന് പരത്തി വെച്ചൊന്ന് മൊരിയും. ശരിക്ക് കരിമുരയൊന്നും മൊരിയണ്ട, ഒന്ന് വാടിയാൽ മതി, ഒന്ന് വാടി വെന്ത് വന്നാൽ മതി. അപ്പോൾ അതെല്ലാ വശവും ഒരുപോലെ മൊരിഞ്ഞ് കിട്ടും, ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ. ഇപ്പോൾ ഏകദേശം നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഉണ്ടോ? ആ അരപ്പെല്ലാം അതിൽ പറ്റി ഒന്ന് മൊരിഞ്ഞ് ഇട്ടിട്ടുണ്ട്, ഒന്ന് വാടി മൊരിഞ്ഞ് വന്നു. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഉണ്ടോ? അതെല്ലാം നോക്കി പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം. എന്നിട്ട് ആ ചീനച്ചട്ടി തന്നെ മതി, വേറെ പാത്രം എടുക്കണ്ട. നമ്മൾ ആ ചീനച്ചട്ടിയിൽ തന്നെ ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം കേട്ടോ. അതെല്ലാം അരപ്പൊക്കെ കോരിയെടുത്ത് മാറ്റി വെച്ചു. ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ 1/2 സ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുത്തു. 1 സ്പൂൺ വെളുത്തുള്ളി കൊത്തി പൊടിച്ചത് എന്ന് വെച്ചാൽ ചെറുതായിരിഞ്ഞത് അത് വിട്ടു. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു സവാള, പച്ചമുളകും കരിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ ഒരു 10 ചുള വെളുത്തുള്ളിയല്ല ചുവന്നുള്ളി, ആ ചുവന്നുള്ളി ഇട്ട് ഒന്ന് മൂക്കട്ടെ. അതൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഒരു 1/4 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിനകത്ത് മൂത്തപ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് ഇത്രയും കൂടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. കണ്ടോ? അതെല്ലാം കൂടി ഒന്ന് മൂത്ത് ആ ഉള്ളി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ആ കറി കഴിക്കുന്ന സമയത്ത് ആ ഓരോ ഉള്ളി പീസും എടുക്കുക. അതിൻ്റെ കൂടെ അതിനാവശ്യമായ ഉപ്പ് നമ്മളിട്ട് കൊടുത്തു. അപ്പോൾ അതിന് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു തക്കാളി അടിച്ചത് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ തക്കാളിയാണ്, അത് മിക്സിയിൽ അടിച്ച് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തു. ആ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി ഒന്ന് വെന്ത് വരട്ടെ. അതെല്ലാം ഒന്ന് വറ്റി വെന്ത് വന്നിട്ട് അപ്പോൾ നമുക്കൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ആ വെള്ളവും മസാലയും കൂടി ഒന്ന് നന്നായിട്ട് തിളച്ച് വേവട്ടെ കറി. അപ്പോഴേക്കും നമ്മളതിനകത്ത് ഒരു 1/4 സ്പൂൺ കായത്തിൻ്റെ പൊടി, ഇനിയിപ്പോൾ കായത്തിൻ്റെ കട്ടയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മസാല വറുക്കുന്ന സമയത്ത് അത് ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ എൻ്റെ പൊടിയായിരുന്നു. എന്നിട്ട് ആ വറുത്ത് വെച്ചിരുന്ന വെണ്ടയ്ക്ക നമ്മൾ ഈ ചാറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടി കിടന്നൊന്ന് തിളച്ച് വെന്ത് വരട്ടെ. അപ്പോൾ ആ ഉള്ളി അങ്ങനെ തന്നെ കിടപ്പുണ്ട് കേട്ടോ, ഓരോ ഉള്ളിയായിട്ട് നമുക്ക് കിട്ടും. ഇനി ഉള്ളി ഇല്ലെങ്കിൽ സവാള വലുതായിട്ട് അരിഞ്ഞിട്ടാലും മതി. എന്നിട്ട് നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം, ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ.
5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് തുറന്ന് നോക്കാം. എന്നിട്ട് നമ്മൾ അതിനകത്തൊരു 1/2 സ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ആ പുളിയൊന്ന് സമമായി വരാൻ, പുളിയും ഉപ്പും എല്ലാം കൂടി. എന്നിട്ടൊന്ന് ഇളക്കി എടുക്കണം. നല്ല ടേസ്റ്റിയായ ഒരു മസാലക്കറിയാണ്. ഇനി നമുക്ക് എല്ലാം അടിച്ചു വെച്ചിരുന്ന തൈരില്ലേ, നമ്മൾ മസാല ഇട്ട് ആ തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. നേരത്തെ തയ്യാറാക്കിയ ആ തൈര് അതിലേക്കെടുത്ത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി എടുക്കുക. ഉണ്ടോ, തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം അങ്ങോട്ട് തിളച്ച് ഇതാവണ്ട, നന്നായിട്ട് അങ്ങ് യോജിപ്പിച്ചെടുക്കാം. നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയോ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം. നല്ലൊരു മസാലക്കറിയാണ്. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക മസാലക്കറി റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.